ഹലോ ഗൈസ്, ഇന്ന് മുഹറം 9. സോ ഇന്ന് നോമ്പായതുകൊണ്ട് നമുക്കൊരു നോമ്പ് തുറക്കലിനുള്ള പ്രിപ്പറേഷൻ ആ ഒരു വ്ളോഗാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ദി ബ്യൂട്ടിഫുൾ പാർട്ടീസ് മമ്മി ഡാഡി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രമേ ഇവിടെ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്റെ കുക്കിംഗ് സ്കിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇന്ന് അതാണ് കാണേണ്ടത്. അപ്പൊ ആദ്യം തന്നെ വന്ന് ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ സാമഗ്രികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാൻ. അപ്പൊ പിന്നെ ഫ്രിഡ്ജിൽ പരത്തി വെച്ച പത്രി ഉണ്ടായിരുന്നു. സോ നമ്മുടെ അത്ര പണി കുറഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കറി എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പൊ പിന്നെ ഫ്രീസറിൽ ക്യാമ്പറിന്റെ ഐസ്ക്രീം ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. എന്നൊക്കെ പറയുന്നത് എനിക്കുണ്ട്. ഇതിനുള്ള ബീഫായിരുന്നു. ആ ബീഫാണെങ്കിലോ ഒരാൾ എറിഞ്ഞ ആ ഏറ് കൊണ്ടുവരെ തലപൊട്ടി മരിക്കും, അമ്മായിട്ട് ബീഫിന്. അപ്പൊ തുടക്കത്തിൽ തന്നെ ബീഫ് എന്നുള്ള പ്ലാൻ പാളി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു മുട്ട ഇരിക്കണാണ്, ഒരേ ഒരു മുട്ട. അപ്പൊ പിന്നെ ഞാൻ എന്താ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഒരൊറ്റ മുട്ടയും കൊണ്ടൊന്നും ആക്കാനും പറ്റില്ല, പിന്നെ ഇത് കഴിക്കാനും പറ്റില്ല, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. പിന്നെ വൃത്തിയായി കിടക്കുന്ന അടുക്കളയാണെങ്കിലും എനിക്ക് കുക്ക് ചെയ്യണമെങ്കിൽ അടുക്കള ഒന്നും കൂടി തുടക്കണം. ഗായ്സ് ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, എന്റെ മമ്മി രാവിലെ ഉണ്ടാക്കിയ മാങ്ങച്ചാറാണ് ഗായ്സ്. റോസ്റ്റിക്ക് വേണ്ട ഉള്ളി വലിക്കായിരുന്നു അടുത്ത ടാസ്ക്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ഉള്ളി ഞാൻ തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷനാണ്. ഉള്ളിൽ ഞാൻ എപ്പോൾ തുണ്ടെന്ന് വെട്ടുന്നോ അപ്പോഴൊക്കെ എന്നെ കരയും, മനസ്സ് തൊട്ട് കരയും. പിന്നെ ഞാൻ റോസ്റ്റ് പ്രിപ്പറേഷൻ നടത്തി. നമ്മള് മമ്മീന്റെ നോൺ സ്റ്റിക് ചട്ടികളൊക്കെ തൊടുമ്പോൾ മരത്തിന്റെ ചട്ടകം മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നാളെ ഞാൻ വ്ളോഗ് ചെയ്യാണ്ടാവില്ലേ. പിന്നെ ഈ ഒരു വ്ളോഗ്, നീക്ക് അടുക്കളയിൽ കയറുകയോ, നീക്ക് കുക്ക് ചെയ്യോ, നീക്ക് പണിയെടുക്കോ എന്ന് ചോദിക്കുന്ന എല്ലാ നല്ല മനസ്സുള്ളവർക്കും വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വ്ളോഗ് സമർപ്പിക്കുന്നത്. പിന്നെ പത്തിരിക്ക് ചുട്ട് അതുവരെ ഞാൻ യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മോറിയ ഭാഗത്തെ വെള്ളമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി പോകുന്നു. പിന്നെ ഇങ്ങനെ പഴം ജ്യൂസ് എടുക്കുന്നു. പഴം ജ്യൂസ് എടുക്കുന്ന ഇടയിൽ എൻ്റെ സിസ്റ്റർ എനിക്ക് സർപ്രൈസ് ആയിട്ട് സ്മൂച്ച് വാങ്ങി തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ റോസ്റ്റ് ഞാൻ പൊരിച്ച മുട്ട ആയതുകൊണ്ട് ലാസ്റ്റാണ് മുട്ട പൊരിച്ചത്. പിന്നെ എല്ലാ പാത്രവും മോറി ഞാൻ എൻ്റെ ജ്യൂസും ഈത്തപ്പഴമൊക്കെ എടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്ത് ഞാൻ നോമ്പ് തുറന്ന് പിന്നെ നിസ്കാരവും മോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പത്തിരിയും എൻ്റെ മുട്ട റോസ്റ്റും കഴിച്ചു. അപ്പൊ മുട്ട റോസ്റ്റും പത്തിരിയും കഴിച്ച ടൈമിൽ എനിക്കൊരു എന്തോ ഒരു ഇത്. അപ്പൊ പിന്നെ ഞാൻ പത്തിരി മാറ്റി പിന്നെ ചോറെടുത്ത് ചോറും അച്ചാറും കഴിച്ചു. വാവ്, സ്വർഗം. പിന്നെ പലിശക്കുള്ള അരിയിട്ട് കുഞ്ഞുമുളക് പറഞ്ഞ് സ്മൂച്ച് കഴിച്ചു. അപ്പൊ ഇത്രയുള്ള ഗായ്സ്, ഇൻഷാല്ലാ അടുത്തുള്ള വ്ളോഗ് വരുന്നതായിരിക്കും. ബൈ.